നമ്മൾ എല്ലാ വർഷവും നോയമ്പ് ആചരിക്കാറുണ്ട്. ക്രിസ്തീയ മതത്തിനോട് ഞാൻ പറയുന്നത്, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ നോയമ്പ് നോക്കുന്നുണ്ട്. ഈ വർഷമുണ്ട്, കഴിഞ്ഞ വർഷമുണ്ട്, അതിന് മുമ്പത്തെ വർഷമുണ്ട്. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ എല്ലാവരും നോയമ്പ് നോക്കുന്നുണ്ട്, നോയമ്പ് വീട്ടുന്നുമുണ്ട്. അടുത്ത വർഷവും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പാപത്തിന് പരിഹാരം വന്നുവോ? ഇല്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയോ? അല്പം പോലുമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മതഭക്തി കൊണ്ടും നോയമ്പ് കൊണ്ടും ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ, ജനിച്ച അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോഴേ പാപിയായിരിക്കുന്ന ഞാൻ കല്ലറയിൽ അടക്കപ്പെടുമ്പോഴും പാപിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത്രയും നാളും ഭക്ഷണം കഴിക്കാതെ നോയമ്പ് നോറ്റതും പിന്നെ എന്താണ് നമ്മൾ ഉപവാസം എടുത്തതും മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടേതായിരിക്കുന്ന പെരുന്നാളുകളും തിരുനാളും ഘോഷിച്ചിട്ടും നിന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉണ്ടായിട്ട് ഉള്ളവരായിട്ട് തീരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ മതഭക്തിയിൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടത്തില്ല. അത് ക്രിസ്തീയ മതത്തിൽ തന്നെ ഏത് വിഭാഗമായാലും ശരി, മർത്തോമയോ കത്തോലിക്കോ യാക്കോബയോ ജ്ഞാനായോ ആരുമായാലും ശരി, നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വന്ന ഓരോ ആചാരങ്ങളിലും നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അല്പമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവം പരിശുദ്ധനാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കാൻ, ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വാഴണമെങ്കിൽ നമ്മുടെയൊക്കെ പാപമോചനം ലഭിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, പാപമോചനം നേടിയിട്ടല്ലാതെ നമുക്ക് ഇവിടുന്ന് മരിക്കുന്നുവെങ്കിൽ നമ്മുടെ പുരോഹിതന്മാര് കല്ലറയിൽ ധൂപപ്രാർത്ഥന ചെയ്തുകൊണ്ടോ, മരിച്ച ഒരു വ്യക്തിയെ 40 ദിവസം നമ്മുടെ വീട്ടിൽ കട്ടിലിൽ കടത്തി ഉണ്ട് എന്നുള്ള വിശ്വാസത്തില് അവന് വേണ്ടി നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥിക്കുകയോ ധൂപപ്രാർത്ഥനയോ ചെയ്തുകൊണ്ടോ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം.